നിങ്ങൾ ആരെങ്കിലും ഇഞ്ചിൻ്റെ ജിലേബി വെച്ചിട്ടുണ്ടോ? ഞാനിതാ ഇഞ്ചിൻ്റെ ജിലേബി വയ്ക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും ലക്കി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുള്ളത് താനൂർ ശോഭപറമ്പ് ഉത്സവത്തിന് പോണ വഴിയിലാണ് കേട്ടോ. അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുണ്ടാവും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അന്നിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. ഓക്കെ, അമ്പലത്തിൻ്റെ തൊട്ടടുത്തെത്താനായിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് നല്ല കച്ചവടക്കാരാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഉത്സവമാണ് കേട്ടത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഉത്സവമാണ്. പക്ഷേ ഞാൻ ഈ ഉത്സവത്തിന് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഒരുപാട് പ്രാവശ്യം വരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഏതായാലും ഇന്ന് വന്നിട്ട് കാണാമെന്നുള്ളതിൽ അതേപോലെ തന്നെ നിങ്ങളെ കാണിക്കാനെന്നുള്ളതിലൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല തിരക്കുണ്ടായതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങോട്ട് വരാത്തത്. എന്താ വെച്ചാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ പറ്റില്ല, അഞ്ചാതി തിരക്കാണ്. പിന്നെ ഒരുപാട് വരവൊക്കെ വരുന്ന ഒരു ഉത്സവമാണ്. ഒരുപാട് വരവ് വെച്ചാൽ നാളെ രാവിലെ വരെ ഇവിടെ വരവുണ്ടാവുന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല തിരക്കാണ്, അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. പിന്നെ കച്ചവടക്കാരൊക്കെ എല്ലാ കച്ചവടം ഉണ്ട് കേട്ടോ. പുതിയങ്ങാടി നേർച്ചയൊക്കെ പോലെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. 2 ദിവസമാണ് കേട്ടോ ഈ ഒരു ഉത്സവം വരുന്നത്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇന്നുമാണിത് ഉത്സവം വരുന്നത്. ഇന്ന് ലാസ്റ്റ് ദിവസത്തിൻ്റെ ഒരു തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മളിതാ ഈ ഒരു ബസ്സിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട്. ആ ഒരു കമാനം ഇത് തിരൂരിനും താനൂരിനും ഇടയ്ക്ക് ഉള്ള ഒരു റോഡ് സൈഡിലായിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത്. ഇവിടെ താനൂർ, തിരൂർ ഈ ഭാഗത്തുള്ളവർ, മലപ്പുറത്തുള്ളവർ ഒരു ഇത് എല്ലാവർക്കും അറിയുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. പിന്നെ താനൂർ മറ്റേ ബസ് സ്റ്റാൻഡ് എത്തുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു അമ്പലം വരുന്നത്. ഇവിടെ വേണ്ട ഒരുപാട് കച്ചവടക്കാരുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ മെയിൻ കവാടമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാണ്. പിന്നെ അതേപോലെ അതിൻ്റെ അകത്ത് വെടിക്കെട്ടുണ്ട് കേട്ടോ. വെടിക്കെട്ട് സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ അതേപോലെ തന്നെ ഈ ഒരു വരവ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് റോഡ് സൈഡിലായിട്ട് കേട്ടോ. ഇവിടെ മൊത്തം ബ്ലോക്കാണ്. ഈ ഒരു റൂട്ടിലൊന്നും വണ്ടികളൊന്നും അങ്ങനെ പോകുന്നില്ല, ഇതെല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി അത് കുറച്ച് കഴിഞ്ഞ് തീരെ വണ്ടികളൊന്നും ഉണ്ടാവില്ല, നല്ല തിരക്കാണ്, പോകാനൊന്നും പറ്റുന്നില്ല. നമുക്ക് അതിൻ്റെ അകത്ത് പോകേണ്ടി എല്ലാന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകേണ്ടി നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയാണ്ട് ലാസ്റ്റ് അങ്ങോട്ട് പോകും. ഇവിടെ വേണ്ട, നമ്മൾ വിജയങ്ങാടി നേരത്തെ കണ്ടിട്ടില്ലേ സംഭവം വെച്ചിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഉത്സവ സംഭാവന ചെയ്യുന്നു.
മെയിൻ എൻട്രൻസ് കിടക്കും. നമ്മൾ നേരെ ഈ ഒരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നിട്ട് ഇവിടെ ഒരുപാട് കമ്മല മാത്രമായിട്ടുള്ള ഒരു സ്റ്റോളല്ല, ഇങ്ങനെ ഈ കച്ചവടക്കാർ കിട്ടുക ഒരുപാടുണ്ട്. ചെറിയ ചെറിയ ഒരു കൗണ്ടറായിട്ട് ഇങ്ങനെ തുടങ്ങി. നല്ല ഭംഗിയിലാണ് ഇവിടെ വെറൈറ്റി സംഭവം. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ല തിരക്കുണ്ട്. നമ്മൾ ഒരു സൈഡിൽ കൂടി ഇങ്ങനെയാണ് പോരുന്നത്. അതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്, നല്ല പൊടിയാണ്. പിന്നെ ഈ വരവ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വരവ് രാവിലെ 4 മണി വരെ വരവുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ മാറി വരുന്നത്, അതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. എനിക്ക് നല്ല ജലദോഷമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കാണുന്നതാണ് അമ്പലട്ട പറമ്പ്. ലൈറ്റ് കൊണ്ട് ലൈറ്റ് ക്ലിയർ ആവുന്നില്ല. ഇവരെല്ലാവരും ഈ വരവ് കാണാൻ വേണ്ടി അങ്ങോട്ട് കയറുന്നില്ല. അപ്പുറം പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതേപോലെ തന്നെ ഇവിടെ വെടിക്കെട്ടുണ്ട്. വെടിക്കെട്ട് ഉണ്ടാവില്ലേ? അടിപൊളി. 19 വരവാണ് ക്ഷേത്രത്തിലുള്ളത്. അതിൽ കുറച്ച് വരവ് മാത്രമേ വന്നിട്ടുള്ളൂ. വലിയ വലിയ വരവുകൾ ഇതിൻ്റെ പുറകിലായിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ വരവെല്ലാം വന്നിട്ട് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രൗണ്ട് കിട്ടാം. ആ ഗ്രൗണ്ടിൽ വന്നിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഒരു സ്റ്റേജെല്ലാം ഉണ്ട്. അവിടെ വന്നിട്ട് എല്ലാവരും ഈ ഒരു മത്സരങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ പോവുക. ആ ഗ്രൗണ്ടിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ അതിൻ്റെ അടുത്ത് പോകാം. ഹായ് ഹായ്. അപ്പോൾ ഇവിടെ ഈ വരവ് അവിടെ ആ തിരക്ക് കുറയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. എന്താണെന്നറിയില്ല. ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു ചണ്ടൻ്റെതും അതേപോലെ തന്നെ ശിങ്കാരിമേളത്തിൻ്റെ ആൾക്കാരെല്ലാം വന്നിട്ട് ഇവിടെ ചെറിയ പ്രകടനമുണ്ട്. അത് നല്ലൊരു പരിപാടിയാണ്. ഞാൻ ഇതേപോലെ ആദ്യമായിട്ടാണ് വരുന്നത്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാണുന്നത്. ഇവിടെ പൊതുവേ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ അതേമാതിരി പള്ളീൻ്റെ മുന്നിൽ നിന്നിട്ടാണല്ലോ ഇത് കൊട്ടിലും നാവലെല്ലാം വരുന്നത്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാവരും വന്ന് കാണാനുള്ള നല്ല സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഈ ഗ്രൗണ്ടിൽ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കാണാം. നമുക്ക് ഗ്രൗണ്ടിൻ്റെ അപ്പുറം പോയിട്ട്
ഒരു 4 വരവ് കണ്ടിട്ടോ, 4 വരവ് കണ്ട് നല്ല തിരക്കാണ്. തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പതുക്കെ വേണ്ടി വലിയാണ്. പിന്നെ ഇവിടുന്ന് നടക്കാവ് ഭാഗത്തു നിന്ന് ഒരു വരവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പൊളി കഴിവ് പൊളി. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടക്കുകയാണ്. ഇനി ഇവിടുന്ന് ഏതെങ്കിലും വരവ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി ഏതെങ്കിലും ഈ ഭാഗത്തുനിന്ന് വരവുള്ളത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, പറമ്പിൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല ജലദോഷമുണ്ട്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് വരവൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പതുക്കെ എസ്കേപ്പ് ആകാൻ പോകുന്നത്. അവിടെ നല്ല ജിലേബി ഉണ്ട്. ഇതെന്ത് ജിലേബി? ഇഞ്ചിമുട്ടായി. എന്ത് ജിലേബിയാണെന്ന് വെച്ചാൽ ഇഞ്ചിമുട്ടായി. ഇഞ്ചി ജിലേബി, ശർക്കര, പഞ്ചസാര. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കും. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത്. ഇഞ്ചി ജിലേബി എന്നത് അത് ഇഞ്ചിനുള്ള. നിങ്ങൾ ആരെങ്കിലും ഇഞ്ചിൻ്റെ ജിലേബി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനിതാ ഇഞ്ചിൻ്റെ ജിലേബി കഴിക്കുകയാണ്. ആദ്യമായിട്ടാണോ ഞാൻ ഇഞ്ചി ജിലേബി കഴിക്കുന്നത്? ഇതാ ഇവരാണ് ഇഞ്ചിൻ്റെ ആൾക്കാർ. നിങ്ങളിവിടെ നിന്ന് വീട് വിടാം. പൊന്മള, കോട്ടക്കൽ പൊന്മളുള്ള ഈ ടീമാണ് ഇഞ്ചിൻ്റെ ജിലേബി ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളി. നിങ്ങൾ ആരെങ്കിലും ഇഞ്ചിൻ്റെ ജിലേബി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ട്. ഓക്കെ ബൈ, കാണാം. ഹായ്, ബൈ. ആ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ.